Hello my dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഡിഫറൻസിയേഷന്റെ നാലാമത്തെ മെത്തേഡാണ്. അപ്പോൾ മെത്തേഡ് 4 ഡിഫറൻസിയേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. നോട്ടും പെന്നൊക്കെ എടുത്ത് റെഡി ആവണം, എന്നിട്ട് നോട്ട്സ് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ എഴുതാം. അപ്പോൾ പഠിക്കേണ്ടത് സ്റ്റാർ 10 ഡിഫറൻസിയേഷൻ ഓഫ് മുഴുവൻ എഴുതണം കേട്ടോ. ഡിഫറൻസിയേഷൻ ഓഫ് നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ മുഴുവൻ എഴുതിക്കോളൂ. ഡിഫറൻസിയേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്. നോട്ടിൽ മുഴുവൻ എഴുതിക്കോളൂ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇത് എത്രാമത്തെ മെത്തേഡാ? മെത്തേഡ് 4. അതും കൂടെ ബ്രാക്കറ്റിൽ എഴുതാം. ഞാൻ എഴുതുന്നുണ്ട്. ഇതാണ് മെത്തേഡ് 4. ഓക്കെ. ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ആദ്യം ചെയ്യാം. എക്സാമ്പിൾ നോട്ടിൽ എഴുതുക. എക്സാമ്പിൾ 26. ചോദ്യവും ഞാൻ എഴുതാം. ഫൈൻഡ് ദ ടെക്സ്റ്റ് നോക്കിയാൽ കാണാം, ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം എക്സാമ്പിൾ 26. എന്നാലും ഞാൻ ചോദ്യം എഴുതാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f given by f of x equal to sin inverse x assuming it exists. എന്നൂടെ ഉണ്ട് അവിടെ കേട്ടാ. അസ്യൂമിങ് ഇറ്റ് എക്സിസ്റ്റ്. ഞാൻ ഒന്നുകൂടെ ചോദ്യം വായിക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന ഒരു ഫംഗ്ഷൻ ഗിവൺ ബൈ എങ്ങനെയാ തന്നേക്കണേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് അസ്യൂമിങ് ദാറ്റ് ഇറ്റ് എക്സിസ്റ്റ് എന്നും കൂടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത്രയും എഴുതിയതിന് ശേഷം ഇതും കൂടെ എഴുതിക്കോളൂ. അസ്യൂമിങ് ഇറ്റ് എക്സിസ്റ്റ്, അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് നിലനിൽക്കുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ആൻസർ ആദ്യം ആ ഫംഗ്ഷൻ എടുത്ത് എഴുതാം. എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാ കാണിക്കുക? എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് കാണിക്കുക. അതും നമ്മൾ മുൻപത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവിനെ നമുക്ക് 5 തരത്തിൽ കാണിക്കാം. അതിൽ ഒരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. എന്തിന്റെ റെപ്രസെന്റേഷനാ? ഡെറിവേറ്റീവ് ഓഫ് എഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ റെപ്രസെന്റേഷൻ ആണ് ദ എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. എഫ് ഓഫ് എക്സിനെ നമുക്ക് y എന്നും വിളിക്കാലോ. അത് +1 പഠിക്കേണ്ടതാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ സെയിം ആസ് y എന്ന് നമ്മൾ എഴുതാറുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? y ഈക്വൽ ടു ഇതിന് പകരം y എന്ന് കൊടുക്കാം. അപ്പൊ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെയും മാറ്റി എഴുതാം. dy by dx ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് തന്നെയാണ് dy by dx. അപ്പൊ ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിന് ശരിക്കും ഇതിന്റെ ആൻസർ നമ്മൾ മുൻപേ പഠിച്ചിട്ടുണ്ട്. മെത്തേഡ് 1 ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മുൻപത്തെ ക്ലാസ്സുകളുണ്ട്, അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. മെത്തേഡ് 1 എന്തായിരുന്നു? ആ മെത്തേഡ് ഡിഫറൻസിയേഷൻ ഓഫ് ബേസിക് ഫങ്ഷൻസ്. അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 20 ഫോർമുല പഠിക്കുന്നതിലെ
ഒരു ഫോർമുല ഇതാണ്. ഞാനിവിടെ എഴുതാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. പി ആൻസർ ആണ് ഇപ്പൊ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് 2 മാർക്കിനൊക്കെ വരുമ്പോൾ വെറുതെ ഇത് എഴുതി കാണിച്ചാൽ പോരാ, അതെങ്ങനെ കിട്ടുന്നു എന്ന് ചെയ്ത് കാണിക്കണം. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്. നോക്കുക, സൈൻ ഇൻവേഴ്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇപ്പൊ സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോ അത് സൈൻ ആവും. അപ്പൊ എന്തായി? സൈൻ വൈ ഈക്വൽ ടു എക്സ് എന്നാവും. ഒന്നുകൂടെ, സൈൻ ഇൻവേഴ്സ് ആണ് ഇപ്പുറത്തേക്ക് വരണേ. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് വരുമ്പോ സൈൻ ആവും. ഫോർ എക്സാമ്പിൾ, മൈനസ് ആയിട്ടുള്ള ആള് ഇപ്പുറത്തേക്ക് വരുമ്പോ മൈനസിന്റെ ഇൻവേഴ്സ് ആവും, അതായത് പ്ലസ് ആവാറുണ്ട്. അതുപോലെ മൾട്ടിപ്ലിക്കേഷനിലുള്ള ആള് ഇപ്പുറത്ത് വരുമ്പോ ഡിവിഷൻ ആവും. കാരണം മൾട്ടിപ്ലിക്കേഷന്റെ ഇൻവേഴ്സ് ആണ് ഡിവിഷൻ എന്ന് പറഞ്ഞ പോലെ സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോ അതിന്റെ ഇൻവേഴ്സ് ആവും. സൈൻ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് സൈൻ. അപ്പൊ പഠിക്കുക, സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോ സൈൻ ആവും. അപ്പൊ സൈൻ വൈ ഈക്വൽ ടു എക്സ് എന്നാവും. ഇനി അപ്ലൈ ഡി ബൈ ഡി എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. അത് മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും നമുക്ക് ചെയ്യാവുന്ന മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മളത് കുറെ ചെയ്ത് പഠിച്ചതാണ്. ഏത് മെത്തേഡാ? അപ്ലൈ ഡി ബൈ ഡി എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഞാൻ എഴുതാം അപ്ലൈയിങ് എന്താ? ഡി ബൈ ഡി എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ഇവിടെ ഡി ബൈ ഡി എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. അപ്പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് വരും. ശരി, ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മുടെ മുൻപത്തെ ക്ലാസ്സുകളുണ്ട്. ഇതെന്ത് ഫംഗ്ഷൻ ആവും? കോമ്പോസിറ്റ് ഫംഗ്ഷൻ. കാരണവും ഞാൻ കുറെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. താഴത്താള് എക്സും ഇവിടത്താള് വൈയുമാണെങ്കിൽ, എന്ന് വെച്ചാൽ താഴത്താള് വേറെ ഇവിടത്താള് വേറെ ആണെങ്കിൽ അതെന്ത് ഫംഗ്ഷൻ ആവും? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആവും. അപ്പൊ ഏതാ ഇവിടെ വരുന്ന ഫോർമുല? ഡി ബൈ ഡി എക്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു, പഠിച്ചിട്ടുണ്ട് മുൻപത്തെ ക്ലാസ്സുകളുണ്ട്, ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ. ഇവിടെ ഇൻസൈഡ് ഫംഗ്ഷൻ ആണ് വൈ. ആ വൈനെ ഇൻസൈഡ് ഫംഗ്ഷന് നമ്മൾ യു എന്ന് പേര് കൊടുക്കാറുണ്ട്. ഒക്കെ നമ്മുടെ പഴയ ക്ലാസ്സിലുണ്ട്, മുൻപത്തെ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഇൻസൈഡ് ഫംഗ്ഷനെ യു എന്ന് പേര് കൊടുത്താൽ അപ്പൊ ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്താവും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താവും ഇവിടെ? ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്താവും? സൈൻ യു എന്നാവും. അപ്പൊ നമ്മുടെ ഫോർമുല ഡെറിവേറ്റീവ് ഓഫ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ യു, സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് യു. അതായത് കോസ് യു എന്ന് പറയുമ്പോൾ ആരാ? കോസ് വൈ. കാരണം യു ആണ് വൈ. ഇൻറ്റു കഴിഞ്ഞില്ല ഇൻറ്റു എന്താ ഫോർമുലയിൽ ബാക്കിയുള്ള? ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഇൻസൈഡ് ഫംഗ്ഷൻ ആണ് വൈ. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈക്വൽ ടു, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. മുൻപത്തെ ക്ലാസ്സുകളുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ് 1. ഇനി നോക്കുക, ഇതെന്താവും? കോസ് വൈ ഇൻറ്റു ഇതെന്താവും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1. ഇനി ആ കോസ് വൈനെ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോഴോ ഞാനിവിടെ ചെയ്യാം
കോസ് വൈനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ നമുക്ക് ആരെ കിട്ടും? dy/dx കിട്ടും. അപ്പൊ ചെയ്യാം. Therefore dy/dx equal to 1 by cos y. ഓക്കെ. ഇനി കോസ് വൈനെ നമുക്കൊന്ന് മാറ്റി എഴുതണം. കാരണം ഇപ്പോ ആൻസർ ഈസ് ഇൻ ടേംസ് ഓഫ് y. നമുക്കതിനെ മാറ്റി ആൻസർ ഈസ് ഇൻ ടേംസ് ഓഫ് x ആക്കി മാറ്റാം. അതിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ച ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയോട് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ചെയ്യാം. സൈൻ സ്ക്വയർ വൈ പ്ലസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അതേപോലെ തന്നെ സിമിലർലി ഞാൻ എഴുതുന്നുണ്ട് കേട്ടാ. സിമിലർലി എന്ന് വെച്ചാൽ അതേപോലെ തന്നെ സൈൻ സ്ക്വയർ വൈ ആയാലും സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു എത്ര വരിക? 1. ഇതേപോലെ തന്നെ ഇതിനെന്താ വിളിക്കുക? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. +1 10th പഠിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെയാ പഠിച്ചിട്ടുണ്ടാവുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇവിടെ എക്സിന് പകരം വൈ വന്നാലും ഒരു വ്യത്യാസമില്ല. സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1. നമുക്കിവിടെ വേണ്ടത് കോസ് വൈ ആണ്. ഈ ടേം മാത്രം അവിടെ വെക്കുക, ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോഴോ കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു എന്നാവും. എഴുതാം. കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1 മൈനസ്, ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 1 മൈനസ് സൈൻ സ്ക്വയർ വൈ. Therefore cos y equal to, ഇത് കോസ് സ്ക്വയർ വൈ ആണ്. Therefore cos y equal to root of എന്ന് വരും. ഇത് കോസ് സ്ക്വയർ ആണത്. അപ്പൊ cos y equal to root of 1 മൈനസ് സൈൻ സ്ക്വയർ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ്, വന്ന വഴി ഓർക്കുക. ഇവിടെ കാണാം സൈൻ വൈ ആരായിരുന്നു? എക്സ് ആയിരുന്നു. വന്ന വഴി ഓർത്താൽ മതി, നമ്മൾ ചെയ്തു വന്ന വഴി ഓർത്താൽ മതി. സൈൻ വൈ ഇവിടെ ആരായിരുന്നു? എക്സ് ആയിരുന്നു. അപ്പൊ സൈൻ വൈയുടെ അവിടെ നമുക്ക് എക്സിനെ കൊടുക്കാം അവിടെ. അപ്പൊ എന്താവും? 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. സൈൻ വൈയുടെ സ്ഥാനത്ത് ഇതാ വന്ന വഴി ഓർത്താ കാണാം. സൈൻ വൈയുടെ സ്ഥാനത്ത് എക്സ് ആണ്. അപ്പൊ ഈ സൈൻ വൈയുടെ അവിടെ നമുക്ക് എക്സിനെ കൊടുക്കാം. അപ്പൊ ഇത് സൈൻ സ്ക്വയർ വൈ ആണ്. അപ്പൊ എക്സ് കൊടുക്കുമ്പോൾ അത് എക്സ് സ്ക്വയർ എന്നാവും. അപ്പൊ കോസ് വൈ ഇപ്പൊ ആരായി? കോസ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? 1 ബൈ കോസ് വൈക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ആര്? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. വൈ ഇവിടെ ആരാ? വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് അവിടെ ഉണ്ട്. വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതും ഈ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പതാ നമ്മൾ മുൻപ് പഠിച്ച ആ റിസൾട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് കണ്ടുപിടിച്ചത്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു d/dx. എവിടെ പഠിച്ചു? മെത്തേഡ് 1 നോക്കിയാൽ കാണാം. മുൻപത്തെ ക്ലാസ്സിൽ മെത്തേഡ് 1 നോക്കിയാൽ കാണാം. d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചത്. d/dx ഓഫ് വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈ ആയിരുന്നു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് വൈ നമ്മൾ അവിടെ ചെയ്തു ബൈ യൂസിങ് എ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. അപ്പൊ ദാ കോസ് വൈക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്ന? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതും ഇവിടെ കൊടുക്കുക. ഇപ്പതാ
ആൻസർ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ദ ആൻസർ ഈസ് ഇൻ ടേംസ് ഓഫ് എക്സ്. അപ്പൊ ഇങ്ങനെയാണ് അവർ ചോദിച്ച എൻ്റെ ആൻസർ. എന്തായിരുന്നു ചോദ്യം? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതേപോലെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ഇതേപോലെ ചെയ്യാം, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും ഒക്കെ ഇതേപോലെ ചെയ്യാം. അപ്പം അടുത്ത ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ഇത് പഠിച്ചു വെച്ചോളൂ. ബാക്കി ഇതേപോലത്തെ ഫംഗ്ഷൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.